CPIM വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കമെന്നാണ് സൂചന. UDF നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് PK ശശി പറഞ്ഞു. എന്നാൽ PK ശശിയുമായി ചർച്ച നടത്തിയെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. പാലക്കാട് മണ്ണാർക്കാട് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ ഫണ്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് PK ശശിക്കെതിരെ CPIM നടപടിയെടുത്തത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ PK ശശി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് KTDC അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള PK ശശിയുടെ രാജി. താൻ ഇപ്പോഴും CPIM അംഗമാണെന്നും നാളെ എന്താണെന്ന് പറയാനാകുമോ എന്നും PK ശശി. ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല, ആരുടെയും നിർദ്ദേശമില്ല. ഞാനിപ്പോൾ CPMൽ അംഗമാണ്. ഞാനിപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. മറിച്ചൊരു തീരുമാനവും ഞാൻ ഇന്നേ വരെ എടുത്തിട്ടേയില്ല. UDF നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ PK ശശി തള്ളി. എന്നാൽ ചർച്ച നടത്തിയെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇല്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ LDF-ൽ. അതും സാധ്യതകളുണ്ട്. PK ശശിയുടെ രാജി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നിലവിൽ പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പോയിട്ടില്ലല്ലോ. അപ്പം നിലവിൽ പാർട്ടി മെമ്പറാണ്. CPIM വിമതർ പാലക്കാട്ട് സംഘടിപ്പിക്കുന്ന കൺവെൻഷനിൽ PK ശശി പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യങ്ങൾ PK ശശി സ്ഥിരീകരിച്ചിട്ടില്ല. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.